ഹലോ, വർക്ക്ഷോപ്പ് ടൂളുകളും പവർ ടൂളുകളും കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെക്ഷൻ ആരംഭിക്കാം. ചില പഠന ലക്ഷ്യങ്ങളുമായി ഈ വിഷയം ആരംഭിക്കാം. ഈ വിഷയത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് ഉപയോഗിക്കുന്ന വിവിധ ടൂളുകളും ഉപകരണങ്ങളും മനസ്സിലാക്കുക. ഒരു പ്രത്യേക ആവശ്യത്തിനായി ഒരു സ്ക്രൂ ഡ്രൈവർ തിരിച്ചറിഞ്ഞ് അത് കൈകാര്യം ചെയ്യുക. നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കായി സ്പാനറുകളും റെഞ്ചുകളും തിരിച്ചറിഞ്ഞ് അവ കൈകാര്യം ചെയ്യുക. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും: ഒരു ട്രെയിനി ടൂൾ കിറ്റ്, ഒരു കൂട്ടം സ്ക്രൂ ഡ്രൈവറുകൾ, ഒരു കൂട്ടം റിങ്ങുകൾ, കൂടാതെ ഡബിൾ എൻഡഡ് സ്പാനറുകൾ, ഒരു സെറ്റ് പ്ലയർ, പുള്ളറുകൾ, ഒരു എയർ കംപ്രസർ, ഒരു കാർ വാഷർ, ഒരു മെക്കാനിക്കൽ ആൻഡ് ഹൈഡ്രോളിക് ജാക്ക്, ഒരു ഹൈഡ്രോളിക് പ്രസ്, ഒരു ഫ്ലെയറിംഗ് ഉപകരണം. ആവശ്യമുള്ള വസ്തുക്കൾ: ആവശ്യാനുസരണം മണ്ണെണ്ണ, ആവശ്യാനുസരണം കോട്ടൺ വേസ്റ്റ്, ആവശ്യാനുസരണം പൈപ്പ്, ആവശ്യാനുസരണം ഒരു സ്റ്റീൽ വയർ. വിവിധ തരം സ്ക്രൂ ഡ്രൈവറുകളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവറുകൾ തരംതിരിച്ചിരിക്കുന്നു. ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവറുകൾ, ലൈറ്റ് ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവറുകൾ, സ്റ്റംപി സ്ക്രൂ ഡ്രൈവറുകൾ. ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവറുകൾ: സ്പാനർ തിരിക്കുമ്പോൾ അധിക ബലം നൽകി തിരിക്കുന്നതിന് വേണ്ടി ഒരു സ്ക്വയർ ബ്ലേഡ് ഉണ്ടാകും. ലണ്ടൻ പാറ്റേണിൻ്റെ ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവറുകൾക്ക് ഫ്ലാറ്റ് ബ്ലേഡ് ഉണ്ട്. മരപ്പണിക്കാരാണ് ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത്. ലൈറ്റ് ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവറുകൾ: ഈ സ്ക്രൂ ഡ്രൈവറിന് പാരലൽ ടിപ്പുകൾ ഉള്ള ഒരു റൗണ്ട് ബ്ലേഡ് ഉണ്ട്. ഈ സ്ക്രൂ ഡ്രൈവറുകൾ ഇലക്ട്രീഷ്യന്മാരാണ് ഉപയോഗിക്കുന്നത്. ലൈവ് ഭാഗങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ ബ്ലേഡുകൾ ഇൻസുലേഷനിൽ പൊതിഞ്ഞിരിക്കുന്നു. സ്റ്റംപി സ്ക്രൂ ഡ്രൈവറുകൾ: ഇവ ചെറിയ സ്ക്രൂ ഡ്രൈവറുകളാണ്. സ്ഥലപരിമിതികൾ കാരണം മറ്റ് തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവറുകൾ ഉപയോഗിക്കാൻ കഴിയാത്തപ്പോൾ ഇവ ഉപയോഗിക്കുന്നു. ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ: ഒരു ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ടുകളിലേക്കുള്ള സ്ക്രൂകളിൽ എത്താം. ഇവയുടെ ബ്ലേഡുകൾ ചെറുതാണ്. ടിപ്പുകൾ വലത് കോണിലാണ്. അവ ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്നതിനാൽ ഈ സ്ക്രൂ ഡ്രൈവറുകൾക്ക് കൂടുതൽ ശക്തിയോടെ സ്ക്രൂകൾ തിരിക്കാൻ കഴിയും. ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സ്പെസിഫിക്കേഷൻ അതിൻ്റെ ബ്ലേഡിൻ്റെ നീളം, ടിപ്പിൻ്റെ വീതി എന്നിവ അനുസരിച്ചാണ്. സാധാരണ ബ്ലേഡിൻ്റെ നീളം 45 മില്ലിമീറ്റർ മുതൽ 300 മില്ലിമീറ്റർ വരെയും ബ്ലേഡിൻ്റെ വീതി 3 മില്ലിമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെയും വ്യത്യാസപ്പെടുന്നു. ജോലിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ഫാസ്റ്റനർ അതായത് സ്ക്രൂ, അതിൻ്റെ തരവും അതിൻ്റെ അവസ്ഥയും മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ക്രൂ ഡ്രൈവറും അതിൻ്റെ പ്രത്യേക ഉദ്ദേശവും തിരിച്ചറിയുക. നീക്കം ചെയ്യേണ്ട ഫാസ്റ്റനറിൻ്റെ ഉപരിതലം വൃത്തിയാക്കുക എന്നതാണ് ആദ്യപടി. ഉപരിതലം വൃത്തിയാക്കാൻ മണ്ണെണ്ണയും ബനിയൻ തുണിയും ഉപയോഗിക്കുക. ഫാസ്റ്റനറിൻ്റെ അരികുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാം നല്ലതാണെങ്കിൽ ഫാസ്റ്റനർ സ്ലോട്ടിന് അനുയോജ്യമായ ഒരു സ്ക്രൂ ഡ്രൈവർ തിരഞ്ഞെടുക്കുക. സ്ക്രൂ ഡ്രൈവറിൻ്റെ ടിപ്പ് സ്ലോട്ടിൻ്റെ ഏതാണ്ട് അതേ വീതി ആയിരിക്കണം. നിങ്ങൾ ഒരു കട്ടിയുള്ള സ്ക്രൂ ഡ്രൈവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അതായത് ഫാസ്റ്റനറിനെ നശിപ്പിക്കും. നിങ്ങൾ ഒരു നേർത്ത ടിപ്പ് സ്ക്രൂ ഡ്രൈവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ടിപ്പ് തിരിച്ചൊടിച്ച് സ്ക്രൂ ഡ്രൈവറിന് കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സ്ക്രൂ ഡ്രൈവറും ഫാസ്റ്റനറും അതായത് സ്ക്രൂവും ഒരേ ആക്സിസിൽ വരുന്ന വിധത്തിൽ സ്ക്രൂ ഡ്രൈവർ പിടിക്കുക. ഇടത് കൈകൊണ്ട് ബ്ലേഡിനെ നയിക്കുക അല്ലെങ്കിൽ പിന്തുണയ്ക്കുക. സ്ലോട്ടിൽ ടിപ്പ് നിലനിർത്താൻ വലത് കൈകൊണ്ട് അല്പം പ്രഷർ ചെലുത്തുക. സ്ക്രൂ ഡ്രൈവർ ദൃഢമായും സ്ഥിരമായും തിരിക്കുക. വലിയ സ്ക്രൂകൾ തിരിക്കാൻ ഒരു സ്ക്വയർ ബ്ലേഡ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. അധികമായി തിരിയാനുള്ള ശക്തി നൽകാൻ നിങ്ങൾക്ക് ഒരു ക്ലോസ് ഫിറ്റിംഗ് സ്പാനറും ഉപയോഗിക്കാം. ഒരു സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവർ ബ്ലേഡ് 9 ഡിഗ്രി വരെ ഗ്രൈൻഡ് ചെയ്യപ്പെട്ടതാകണം. അങ്ങനെ ബ്ലേഡിൻ്റെ രണ്ടറ്റങ്ങളും സ്ക്രൂ സ്ലോട്ടിന് പാരലലായി വരണം. സ്ക്രൂ സ്ലോട്ട് പോലെ തന്നെ ബ്ലേഡിൻ്റെ അറ്റവും കട്ടിയുള്ളതായിരിക്കണം. ബ്ലേഡ് മൂർച്ച കൂട്ടരുത്. അങ്ങനെയായാൽ ബ്ലേഡിൻ്റെ അറ്റം ഒരു ഉളിയുടെ അറ്റം പോലെയായി തീരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്ലേഡ് സ്ക്രൂ സ്ലോട്ടിൽ നിന്നും തെന്നി മാറാൻ സാധ്യതയുണ്ട്. വീതിയുള്ള ഭാഗത്തിൻ്റെ രണ്ടറ്റത്തും 11 ഡിഗ്രി ചെരിവ് ഉണ്ടായിരിക്കണം. ഹെഡിൻ്റെ വീതിയുടെ മധ്യത്തിലായിരിക്കണം. സ്ക്രൂ ഡ്രൈവർ ഗ്രൈൻഡ് ചെയ്യാൻ ഒരിക്കലും സിലിക്കൺ കാർബൈഡ് ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിക്കരുത്.
ബ്ലൈൻഡ് സ്പോട്ടിൽ ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. 4/1 തിരിക്കാൻ ഒന്നിന് ശേഷം ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ തിരിക്കുക. അടുത്ത ക്വാർട്ടർ ടേൺ മറ്റേ അറ്റം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ തിരിക്കുന്നത് തുടരുമ്പോൾ സ്ലോട്ടിലേക്ക് ടിപ്പ് അമർത്തുക. വേഗത്തിൽ തിരിക്കാൻ നിങ്ങൾക്ക് റാച്ചറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. കൂടുതൽ ഗ്രിപ്പ് ലഭിക്കുന്നതിന് നല്ലെങ്കിൽ ഇടത് കൈ വയ്ക്കുക, വലത് കൈ റാച്ചറ്റിൻ്റെ ഹെഡിൽ വയ്ക്കുക. സ്ക്രൂ ഡ്രൈവർ തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകൾ വരണ്ടതും ഗ്രീസും എണ്ണയും ഇല്ലാത്തതുമാണെന്ന് ഉറപ്പാക്കുക. സ്ക്രൂ ഡ്രൈവർ ടിപ്പ് സ്ലോട്ടിൻ്റെ മധ്യത്തിലും സ്ക്രൂ ഡ്രൈവർ ബ്ലേഡിൻ്റെ അച്ചുതണ്ട് സ്ക്രൂവിൻ്റെ അച്ചുതണ്ടിന് അനുസൃതമായും ആയിരിക്കണം. നിങ്ങൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും ഒരു ബെഞ്ച് അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരതയുള്ള എന്തെങ്കിലും നേരെയുള്ള ചെറിയ ഘടകങ്ങൾ പിടിക്കണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഘടകങ്ങൾ പിടിക്കുമ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുവാൻ ശ്രമിക്കരുത്. ഒരു സ്ക്രൂ ഡ്രൈവറിൽ തിരിക്കുന്നതിനുള്ള ശക്തി പ്രയോഗിക്കാൻ ഒരിക്കലും പ്ലെയറോ ടൂത്ത് റെഞ്ചുകളോ ഉപയോഗിക്കരുത്. ബോൾട്ടുകളും നട്ടുകളും പോലെയുള്ള ത്രെഡ് ഫാസ്റ്റനറുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് സ്പാനറുകൾ ഉപയോഗിക്കുന്നു. അവ ഉയർന്ന ടെൻസിൽ അലോയ് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തരം സ്പാനറുകൾ ഉണ്ട്. ഓപ്പൺ എൻഡഡ് അല്ലെങ്കിൽ സിംഗിൾ എൻഡഡ് സ്പാനർ, ഡബിൾ എൻഡഡ് സ്പാനർ, റിംഗ് സ്പാനർ, സോക്കറ്റ് സ്പാനർ, ബോക്സ് സ്പാനർ, കോമ്പിനേഷൻ സ്പാനർ, അഡ്ജസ്റ്റബിൾ സ്പാനർ. ഏത് സ്പാനർ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആദ്യം നീക്കം ചെയ്യേണ്ട നട്ടിൻ്റെയോ ബോൾട്ടിൻ്റെയോ ഫ്ലാറ്റുകൾക്ക് കുറുകെയുള്ള ദൂരം നിർണ്ണയിക്കുക. സ്പാനറിൻ്റെ ജോകൾക്കും നട്ടിനുമിടയിൽ മതിയായ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം. കൂടുതൽ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ സ്പാനർ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. അതിനാൽ സോക്കറ്റിൻ്റെ ശരിയായ വലിപ്പം തിരഞ്ഞെടുക്കുക. ഒരു സ്ലൈഡിംഗ് ഓഫ്സെറ്റ് ഹാൻഡിൽ എടുത്ത് സോക്കറ്റിൻ്റെ സ്ക്വയർ ഡ്രൈവിംഗ് അറ്റത്ത് ഡ്രൈവ് അറ്റാച്ച്മെൻറ്റ് ചേർക്കുക. ബോൾട്ടിൽ സോക്കറ്റ് റെഞ്ച് ഇൻസേർട്ട് ചെയ്യുക. അത് പൂർണ്ണമായും ചേർന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുക. നിങ്ങളുടെ കൈത്തണ്ടയ്ക്ക് ലംബമായി ഹാൻഡിലിൻ്റെ സ്ഥാനം നിലനിർത്തുക. ഇത് നിങ്ങൾക്ക് പരമാവധി ഗ്രിപ്പ് നൽകുന്നു. സോക്കറ്റ് ഹാൻഡിൽ വലിച്ചിട്ട് നട്ട് അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ഹെഡ് നീക്കം ചെയ്യുക. നിങ്ങളുടെ കൈത്തണ്ടയ്ക്ക് ലംബമായി ഷാങ്കിൻ്റെ സ്ഥാനം നിലനിർത്തുക. ഇത് നിങ്ങൾക്ക് പരമാവധി ഗ്രിപ്പ് നൽകുന്നു. റിംഗ് സ്പാനർ അനുയോജ്യമല്ലാത്തടത്ത് ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിക്കുക. വർക്ക്ഷോപ്പ് ടൂളുകളും പവർ ടൂളുകളും കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഈ സെക്ഷൻ സമ്മറൈസ് ചെയ്യാം. വർക്ക്ഷോപ്പ് ടൂളുകളും ഉപകരണങ്ങളും എന്താണെന്നും അവ എങ്ങനെ ഉപയോഗിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി. സ്ക്രൂ ഡ്രൈവറുകൾ, സ്പാനറുകൾ, റെഞ്ചുകൾ എന്നിവ എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്നും നമ്മൾ പഠിച്ചു. വിവിധ തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവറുകൾ, അവയുടെ ഉപയോഗങ്ങൾ, മാനദണ്ഡങ്ങൾ, ത്രെഡ് ചെയ്ത നട്ടുകളും ബോൾട്ടുകളും തിരിക്കാൻ ഉപയോഗിക്കുന്ന സ്പാനറുകൾ എന്നിവയെക്കുറിച്ചും നമ്മൾ പഠിച്ചു.